തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ്. ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും മിണ്ടായിരുന്നു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീസർ ഈ PVന് ഇറക്കിയത്. അപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പടമോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഇന്നലെ ഡിജോയും നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും PVൻ പറഞ്ഞു ഇത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല, ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം ഡിജോ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്, നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിജോ പറയാൻ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. സോ അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഡിജോ അതിനെല്ലാം ഷാരിസും പ്രിപ്പയറാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങിയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ്. മലയാളി എന്ന ടൈറ്റിലൊരു സിനിമ ഒരു മലയാളി നടന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല, എൻ്റെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഡിജോയും പറഞ്ഞു, ഷാരിസും എല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടിൻപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സിനിമ കണ്ടിരുന്നു, സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ ഇറങ്ങാൻ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ്, മെയ് 1 റിലീസാവാണ്, ഒരു ബുധനാഴ്ച റിലീസാവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഭാഗമേയാണല്ലോ. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ ഒരു സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം, സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഒന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു.